അഭിമന്യ പിതാക്കന്മാരെയും സംപൂജ്യരായവരെയും കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, വിപുലമായ ഒരു മീറ്റിംഗ് ഒന്നുമല്ല ഇവിടെ നടത്തപ്പെടുവാനായിട്ട് പോകുന്നത്. വളരെ ഹ്രസ്വമായ ഒരു മീറ്റിംഗാണ് ഇവിടെ നടത്തുന്നത്. കഴിഞ്ഞ 2 വർഷത്തെ മുരണി വിശ്വാസ സമൂഹത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരം, മുരണി വിശ്വാസ സമൂഹം കഴിഞ്ഞ 2 വർഷമായി കാത്തിരുന്നതായ ആ സുപ്രധാന ദിവസം, ഇത് യഹോവ മുരണി വിശ്വാസ സമൂഹത്തിന് നൽകിയതായ അനുഗ്രഹങ്ങൾ പെയ്തിറക്കിയതായ അനുഗ്രഹീതമായ ഒരു വലിയ ദിവസം. ദേവാലയ നിർമ്മാണത്തിൻ്റെ കാര്യങ്ങളുമായി മുൻപോട്ട് കടന്നു വന്നപ്പോൾ ഇടവമെത്രാപ്പൊലീത്തയുമായിട്ടൊക്കെ ആലോചിക്കുകയും മുരണി വിശ്വാസ സമൂഹത്തിന് ഈ തരത്തിലുള്ള ഒരു ദേവാലയം നിർമ്മിക്കുക എന്നത് തങ്ങളുടെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കി ഇത്രയും വലിയ ഒരു ദേവാലയം, ഇത്രയും മനോഹരമായ ഒരു ദേവാലയം ഈ മുരണി വിശ്വാസ സമൂഹത്തിന് പ്രാർത്ഥിക്കുവാനായിട്ട്, ദൈവത്തെ വിളിക്കുവാനായിട്ട് ഇതിന് പിന്നിൽ ഏറ്റവും അധികം അധ്വാനിച്ചത് നമ്മുടെ ഇടവമെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് മാത്രമാണ്. ഇടവമെത്രാപ്പൊലീത്ത തിരുമനസ്സ് അഭിമന്യ ഡോക്ടർ യൂഹാനൻ മാർ ക്രിസ്തോസ്റ്റമസ് മെത്രാപ്പൊലീത്ത ചെയ്തതായ എല്ലാ സഹകരണങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ദൈവസന്നിധിയിൽ മുന്നമേ നന്ദിയോടെ ഇത്തരത്തിൽ ഓർക്കുകയാണ്. അതിലുപരിയായി ഈ ഒരു ദേവാലയം നമുക്ക് പണിത് നൽകിയ സർവശക്തനായ ദൈവം തമ്പുരാനോടും അങ്ങേയറ്റം നമ്മുടെയൊക്കെ ശിരസ്സുകൾ നമ്മറ ശിരസ്കരാവുകയാണ്. മുമ്പ് സൂചിപ്പിച്ചു, ഹ്രസ്വമായ ഒരു വിവരണങ്ങളും അതിലുപരിയായി എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവിടുന്ന് നൽകിയ അനുഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനകളുടെയും കൃപ കൊണ്ട് നിർണമത്രാസനത്തിലെ ഓരോ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുവാനും ഞായറാഴ്ചകൾ അവിടെ വിശുദ്ധ ബലി അർപ്പിക്കുവാനും അവിടെയുള്ള വിശ്വാസ സമൂഹത്തെ കണ്ട് അവരിൽ നിന്ന് ഈ ദേവാലയത്തിന് വേണ്ടതായ കൈത്താങ്ങലുകളൊക്കെ ചോദിച്ചു വാങ്ങിക്കുവാനുള്ള അവസരം എനിക്ക് ഒരുക്കി തന്നു. എൻ്റെ വ്യക്തിപരമായ നാമത്തിൽ അഭിമന്യ ഇടവമെത്രാപ്പൊലീത്ത തിരുമനസ്സിന് ഇങ്ങനെയുള്ള സന്ദർഭം ഒരുക്കി തന്നതിനാൽ, ഇത്രയും മനോഹരമായ ഒരു ദേവാലയം ഇവിടെ പൂർത്തിയാക്കുവാൻ സാധിച്ചതിനാൽ അങ്ങേയറ്റം ഞാൻ നന്ദിയോടെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നത് സംപൂജ്യയായ സ്വാമിജി അവറുകളാണ്. ശ്രീരാമകൃഷ്ണ ആശ്രമ മഠാധിപതിയാണ്. സ്വാമിജിയെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുന്നത് ബഹുമാനിയായ XMLA ശ്രീ ജോസഫ് പുതുശ്ശേരി അവറുകൾ, ബിജോഷ് തോമസ് അച്ഛൻ, ബാബുക്കുട്ടി അച്ഛൻ, ഷാജി ജേക്കബ് അച്ഛൻ, PY മാത്യു അച്ഛൻ, അഡ്വക്കേറ്റ് റജി തോമസ്, പ്രകാശ് വടക്കേമുറിയിൽ, ശ്രീമതി അനിത ചാക്കോ എന്നിവരെ ഒറ്റവാക്കിൽ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിൻ്റെ വിജയമെന്ന് പറയുന്നത് നാം ഓരോരുത്തർ തന്നെയാണ്. എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. ഇപ്പോൾ
ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ബഹുമാനനായ ശ്രീ ജോസഫ് അമ്പൂശ്ശേരി XMLA ഹാർദവമായി സ്വാഗതം ചെയ്യും. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഇന്ന് ഈ കൂദാശകർമ്മവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ബലിക്ക് നേതൃത്വം കൊടുത്ത അഭിവന്ദ്യ തിരുമേനിമാരെ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന തിരുവല്ല ശ്രീരാമകൃഷ്ണ ആശ്രമം മഠാധിപതി സംപൂജ്യനായ നിർവണാനന്ദ സ്വാമിജികൾ, ആശംസകൾ അറിയിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റജി തോമസ്, പഞ്ചായത്ത് അംഗങ്ങളായ പ്രകാശ് വടക്കേമുറി, അനിത ചാക്കോ, അഭിയന്തരായ വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു യോഗമായി ഇത് ക്രമീകരിക്കുകയാണ് എന്ന് അഭിയന്ത ക്രിസോസ്റ്റമോസ് തിരുമേനി ഓർപ്പിച്ചത് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രസംഗത്തിന് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നില്ല. ഈ ഒരു ചെറിയ ദേവാലയം വളരെ മനോഹരമായി പുതുക്കിപ്പണിത് അതിൻ്റെ കൂദാശയോടനുബന്ധിച്ചാണ് ഈ സമ്മേളനം ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ചുരുങ്ങിയ ഇടവക ജനങ്ങൾ അവരുടെ വലിയ സമർപ്പണത്തിൻ്റെയും അത്യധ്വാനത്തിൻ്റെയും ഫലമാണ് മനോഹരമായ ഈ ദേവാലയം എന്നുള്ളത് എടുത്തു പറയാതെ നിർവാഹമില്ല. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലയോട് മാറി നിൽക്കാൻ പറഞ്ഞാൽ മല മാറി നിൽക്കും എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നിശ്ചയമായും നിങ്ങളുടെ ആ വിശ്വാസ്യ ദാർഢ്യമാണ് ഈ തരത്തിൽ ഒരു ചുമതല ഏറ്റെടുക്കാൻ, അത് വിജയകരമായി പൂർത്തീകരിക്കാൻ ഇടയാക്കിയത് എന്ന് ആത്മാർത്ഥമായി ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹൃദയപൂർവമായ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒരു ഇടവകയെ സംബന്ധിച്ച് വിശ്വാസ സമൂഹത്തിൻ്റെ ആരാധനാവശ്യങ്ങൾ നിർവഹിക്കുക എന്ന ഒരിടമാണ്. അതോടൊപ്പം തന്നെ ധാർമ്മികമായി, മാനവീയമായി ഒക്കെ നമ്മളെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് നയിക്കുന്ന ഒരു ഇടമാണ് എന്ന കാര്യവും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. വർത്തമാനകാല സാഹചര്യത്തിൽ ഒട്ടേറെ പ്രലോഭനങ്ങളുടെ നടുവിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രലോഭനങ്ങളുടെ നടുവിൽ അതിൽ വീണു പോകാതെ നിലനിൽക്കാൻ, നിവർന്നു നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന, അതിന് നമ്മളെ ചിട്ടപ്പെടുത്തുന്ന, അതിനുള്ള ആർജവം ഉൾക്കൊള്ളാൻ നമ്മളെ പരിശീലനം നൽകുന്ന ഒരു കേന്ദ്രമാണ് ആധ്യാത്മിക കേന്ദ്രങ്ങൾ എന്ന യാഥാർത്ഥ്യം നമ്മൾ ഗൗരവമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നമ്മുടെ കൈക്കുമ്പിളിൽ ഒതുക്കാൻ കഴിയുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ലോകത്തെ യാത്ര ദുഷ്കരമാണ് എന്ന സത്യം നമുക്ക് തിരിച്ചറിയാതിരിക്കാൻ കഴിയില്ല. അതാണ് വർത്തമാനകാല സാഹചര്യം പരിശോധിക്കുമ്പോൾ ദിവസവും വരുന്ന വാർത്തകൾ. എങ്ങോട്ട് നോക്കിയാലും നാം ശ്രവിക്കുന്ന, നാം കാണേണ്ടി വരുന്ന, ഒരിക്കലും സംഭവിക്കരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന അത്തരം കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നതാണ്. അവിടെ അതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ, പൂർവികരെ പോലെ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ, ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ നിലയിലേക്കുള്ള ചിട്ടപ്പെടുത്തലാണ്, ആ രീതിയിലേക്കുള്ള രൂപപ്പെടുത്തലാണ് നിശ്ചയമായും ദേവാലയങ്ങൾ വഴി, ആരാധനാലയങ്ങൾ വഴി നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആരാധനാലയവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന, അതിലെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ടാവും. ആ പ്രത്യേകതയിലൂടെ, ആ ലഭിക്കുന്ന ശിക്ഷണത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള വലിയ പ്രേരണ നിശ്ചയമായും സാമൂഹ്യ ജീവിതത്തിൽ അരുതായ്മകളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള വലിയ പ്രേരണ നമുക്ക് സമ്മാനിക്കും എന്ന സത്യം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ മാത്രം ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതുകൊണ്ട് നിശ്ചയമായും വളരെ പഴക്കമുള്ള ഈ ദേവാലയം, ചെറിയ ദേവാലയം, ഈ പ്രദേശത്തിനാകമാനം ഐശ്വര്യകരമായി വർത്തിക്കുന്ന ഒരു ആരാധനാലയമാണ്. ഈ പ്രദേശത്തിനാകമാനമുള്ള ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ഒരു ആരാധനാലയമാണ്. നിശ്ചയമായും അത് പുതുക്കി പ്രതിഷ്ഠിക്കുന്ന ഈ അവസരത്തിൽ നിശ്ചയമായും നിങ്ങൾക്കിത് കഴിഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ
നിങ്ങളുടെ കഠിനാധ്വാനവും പിന്നെ അതിസാഹസികമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായല്ലോ. നിശ്ചയമായും നിർമ്മലരായ ഒരു കൂട്ടം ആളുകൾ, സത്യസന്ധരായ, ഗ്രാമീണ ഭാവത്തിൻ്റെ എല്ലാ നല്ല അംശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന നല്ലവരായ, ഹൃദയശുദ്ധിയുള്ളവരായ, നിർമ്മലരായ ഒരു കൂട്ടം ആളുകളുടെ അത്തരത്തിലുള്ള ഒരു വിശ്വാസ സമൂഹമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യമാണ്. നിശ്ചയമായും ഈ ദേവാലയത്തിൻ്റെ വലിയ ശ്രമകരമായ ദൗത്യം നിർവഹിച്ചുകൊണ്ട് പുതുക്കി അത് കൂദാശ ചെയ്ത് സമർപ്പിക്കുമ്പോൾ നമുക്കും നമ്മുടെ സ്വന്തം ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിലും ആ പുതുക്കത്തിൻ്റെ അനുഭവം പ്രാപിക്കാനുള്ള ഒരു വലിയ പ്രേരണ ഉണ്ടാവട്ടെ എന്ന് വിനയപൂർവ്വം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിൻ്റെ ഈ പുനർനിർമ്മാണത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവരോടുമുള്ള പ്രത്യേകമായ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. ഇടവക വികാരി, ഇതിൻ്റെ ചുമതലക്കാരെയും ഒക്കെ വളരെ അത്യധ്വാനം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം നടത്തേണ്ടി വന്നു. കാരണം സാമ്പത്തികമായി വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ നിശ്ചയമായി ഇത്തരം ഒരു ദേവാലയത്തിൻ്റെ നിർമ്മാണം ശ്രമകരമായൊരു ദൗത്യമാണ്. ആ ശ്രമകരമായ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പൂർത്തീകരിക്കാൻ മുൻകൈയെടുത്ത ബഹുമാനായ ഇടവക വികാരി അച്ഛനെയും കമ്മിറ്റിക്കാരെയും ബന്ധപ്പെട്ട എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം. ജയ്. ആശംസകൾ അർപ്പിച്ച ശ്രീ ജോസഫ് പുതുശ്ശേരി അവർക്ക് നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി മർത്തോമ ചർച്ച് മല്ലപ്പള്ളിയുടെ വികാരിയായിരിക്കുന്ന ഫാദർ പി വൈ മാത്യുവിനെ ആശംസകൾ അർപ്പിക്കുവാനായി സാദരം ക്ഷണിക്കും. ഈ വിശുദ്ധ ദേവാലയ കൂദാശ ശുശ്രൂഷയ്ക്കും പൊതുസമ്മേളനത്തിനും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അഭിവന്യ തിരുമേനിമാരെ, ഈ യോഗത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന തിരുവല്ല ശ്രീരാമകൃഷ്ണ ആശ്രമം മഠാധിപതി ആദരണീയനായിരിക്കുന്ന സ്വാമി നിർവണാനന്ദ സ്വാമിജി, ഈ സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, ഈ ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇടവകയിലെയും ഈ ദേശത്തിലെയും അനുഗ്രഹീതമാകുന്ന വിശ്വാസ സമൂഹമേ, ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം, ആശംസകൾ അർപ്പിക്കട്ടെ. ഈ ദേവാലയ കൂദാശയോട് ചേർന്ന് നടത്തപ്പെടുന്നതായിട്ടുള്ള ഈ പ്രത്യേക പൊതുസമ്മേളനത്തിൽ മല്ലപ്പള്ളി മാർത്തോമ ഇടവകയുടെ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ പ്രത്യേകമായുള്ള ഒരു സംരംഭത്തിലേക്ക്, ഈ സമ്മേളനത്തിലേക്ക് സഭയുടെ ഒരു പ്രതിനിധിയായി എന്നെ പ്രത്യേകം ക്ഷണിച്ചതിലുള്ള പ്രത്യേകമായ കൃതജ്ഞതയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ മനോഹരമായുള്ള ദേവാലയം മുരണി പ്രദേശത്ത് നിർമ്മിച്ച് പൂർത്തീകരിച്ച് ഇന്ന് ഈ കൂദാശ നിർവഹിക്കുവാൻ ഇടയാക്കി തീർത്ത ദൈവകൃപയെ ഞാൻ വീണ്ടും സ്മരിക്കുകയും സ്തുതിക്കുകയും ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തതായിട്ടുള്ള ബഹുമാനായിരിക്കുന്ന ഇടവകാരി ഫാദർ വർഗീസ് പി ചെറിയാൻ അച്ഛനെയും ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയും ഇതിനുവേണ്ടി ചെറുതും വലുതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർവഹിച്ച ഇടവകയിലെ എല്ലാ പ്രവർത്തകരെയും വിശ്വാസ സമൂഹത്തെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്യട്ടെ. ഒരു ദേവാലയം ഒരു ദേശത്തിൻ്റെ അനുഗ്രഹമാണ്. ദേവാലയം എന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ്. മുരണയുടെ പ്രദേശത്ത് ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു നിറകുടമായി ഈ മാർ യാക്കോ ബുർദാന ഓർത്തഡോക്സ് സുറിയാനി പള്ളി മുൻകാലഘട്ടങ്ങളിൽ നിലനിന്നതിനേക്കാൾ കൂടുതൽ അനുഗ്രഹമായി നിലനിൽക്കുവാൻ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതം രൂപപ്പെടുന്നതിൽ ഈ ദേവാലയത്തിനും ഇടവകയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. എൻ്റെ മുമ്പേ പ്രസംഗിച്ചതായിട്ടുള്ള ബഹുമാനായിരിക്കുന്ന ജോസഫ് പുതുശ്ശേരി അവറുകൾ ഉദ്ദേശിപ്പിച്ചതുപോലെ ദൈവത്തെ ആരാധിക്കുന്ന ഒരിടം മാത്രമല്ല, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ രൂപപ്പെടുത്തുന്ന
ധാർമ്മികമായ ജീവിതത്തിന് വേണ്ടി എന്നെ ശക്തനാക്കുന്ന, അർത്ഥപൂർണമായ സാക്ഷ്യ നിർവഹണത്തിന് വേണ്ടി എന്നെ ഒരുക്കുന്ന ഒരിടം കൂടെയാണ്. ക്രൈസ്തവ സാന്നിധ്യം എന്ന് പറയുന്നത് ക്രിസ്തു സാന്നിധ്യമായി ഈ പ്രദേശത്ത് നിലനിൽക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ക്രൈസ്തവ സാന്നിധ്യം ക്രിസ്തു സാന്നിധ്യമായി തീരുമ്പോഴാണ് ഈ ദേവാലയവും ഇവിടുത്തെ ശുശ്രൂഷകളും നമ്മുടെ ഈ ചുറ്റുപാടുകളിലെ ജീവിതവും ഏറ്റവും അനുഗ്രഹമായി മാറുന്നത്. അതിനായിട്ടുള്ളൊരു വലിയ വിളിയാണ് നമ്മുടെ മേൽ ഉള്ളത് എന്നുള്ളത് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തട്ടെ. ക്രിസ്തു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലൂടെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ സർവ്വ മനുഷ്യരെയും ഒന്നിച്ച് സ്നേഹിക്കുവാനും ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും ഭാഷയുടെയൊക്കെയും അതിർകരമ്പുകളെ അതിജീവിക്കുന്നതായിട്ടുള്ള ഒരു വലിയ സാഹോദര്യത്തിൻ്റെ ഒരു പുത്തൻ നാളുകൾ ഈ മുരണി പ്രദേശത്തിന്, മല്ലപ്പള്ളിക്ക് മുഴുവനായി നൽകുവാൻ ഈ ഇടവകയും ഇവിടുത്തെ പ്രവർത്തനങ്ങളും കാരണമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ സാന്നിധ്യം ക്രിസ്തു സാന്നിധ്യമായി തീരത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തെ ആക്കി തീർക്കുവാൻ ഈ ഇടവകയ്ക്കും ഈ ദേവാലയത്തിനും ഇനിയും ഒത്തിരി ശുശ്രൂഷകൾ ഉണ്ട്. അത് നിർവഹിപ്പാൻ ദൈവം ഇടയാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണല്ലോ. ആ ദൈവകൃപയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യുന്നത്. ഈ തരുണത്തിൽ ഒരു ക്ലോക്ക് റിപ്പയർ ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ കഥ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹം തൻ്റെ ആ റിപ്പയർ ശാലയിൽ ഇരുന്ന് തൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നതായുള്ള ക്ലോക്കുകളും വാച്ചുകളും റിപ്പയർ ചെയ്ത് കൊടുക്കുന്ന തൊഴിലാണ് അദ്ദേഹം ചെയ്യുന്നത്. തൻ്റെ കണ്ണിൽ വെച്ചിരിക്കുന്നതായുള്ള ആ ലെൻസിലൂടെ ആ ജോലി ശ്രദ്ധയോടെ ചെയ്യുന്നത് കൊണ്ട് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കാര്യമായി അദ്ദേഹം ശ്രദ്ധിക്കാറില്ല. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാധാരണയായി തൻ്റെ കസേരയുടെ തൻ്റെ ഡെസ്കിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആളുകളെയാണ് താൻ കാണുന്നത്. എന്നാൽ ഇന്ന് വ്യത്യസ്തമായി തൻ്റെ മുറിയുടെ സൈഡിലുള്ള ആ ജനാലയുടെ അടുക്കൽ ഒരാൾ വന്ന് നിൽക്കുന്നത് താൻ കാണുകയാണ്. പെട്ടെന്ന് തൻ്റെ ശ്രദ്ധ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് തിരിഞ്ഞു. അവൻ ചോദിച്ചു, നീ ആരാണ്? നീ എന്തിനാണ് വന്നത്? അപ്പോൾ ഈ ജനാല അടുക്കിലേക്ക് വന്നതായില്ല ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഇവിടെ അടുത്ത് സൈറൻ മുഴക്കുന്നതായിട്ടുള്ള ജോലി ചെയ്യുന്ന മനുഷ്യനാണ്. ഈ ദേശത്തിലെ ആളുകൾക്ക് സമയം എന്തായി എന്നറിയിക്കുന്ന സൈറൻ മുഴക്കുന്ന ജോലിയാണ് എനിക്കുള്ളത്. ഞാൻ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ, സാധാരണയായി നിന്റെ ഈ ക്ലോക്ക് റിപ്പയർ ചെയ്യുന്ന ഈ മുറിക്കകത്ത് ഈ വാളിൽ തൂക്കിയിരിക്കുന്നതായുള്ള ഈ ചുമരിൽ തൂക്കിയിരിക്കുന്നതായിട്ടുള്ള ഈ ക്ലോക്കിൽ നോക്കിയിട്ടാണ് ഞാൻ സമയമറിഞ്ഞ് ഈ സൈറൻ മുഴക്കിക്കൊണ്ടേയിരിക്കുന്നത്. ഈ അവസരത്തിൽ ഈ ക്ലോക്ക് റിപ്പയർ ചെയ്യുന്നതായിട്ടുള്ള ഈ മനുഷ്യൻ പറഞ്ഞു, സഹോദര, നിന്റെ സൈറൻ മുഴക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് ഞാൻ സാധാരണയായി ഈ ക്ലോക്ക് കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ജീവിതം അവിടെയാണ് രൂപപ്പെടുന്നത്, അർത്ഥപൂർണമാകുന്നത്. പാരസ്പരികതയുടെ ഒരു വലിയൊരംശം ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഞാനും നിങ്ങളും ഒരിക്കലും ഒരു തുരുത്തുകളായി നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. എനിക്കും നിങ്ങൾക്കും ഒറ്റയ്ക്ക് ഈ ലോകത്ത് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. അവരുമായുള്ള ബന്ധത്തിൽ, മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ മാത്രമാണ് ഈ ജീവിതം ധന്യപൂർണ്ണമാകുന്നത്. അതുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ, അവരുമായുള്ള ബന്ധത്തിൽ, ഈ പ്രകൃതിയുമായുള്ള ബന്ധത്തിൽ, ഈ സസ്യജാലത്തോടും ഈ പക്ഷി മൃഗാദികളോടുമുള്ള ബന്ധത്തിൽ ഒരു ധന്യമായ ജീവിതമാണ് ദൈവം തമ്പുരാൻ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഇത് സാധ്യമാകുന്നത് എവിടെയാണ്? അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ മുഖത്തെ ശത്രുവിനെ അല്ല കാണേണ്ടത്. അവൻ്റെ മുഖത്തെ ശത്രുവിനെ കാണാതെ ദൈവമുഖം അവരനിൽ ദർശിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരും. അവരൻ്റെ മുഖത്ത് ശത്രുമുഖമല്ല, ദൈവമുഖം ദർശിക്കുന്ന ധന്യരായ വിശ്വാസ സമൂഹമായി വളരുവാൻ ഈ മുരണി യാക്കോബ ബുർദാന ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിലെ എല്ലാ അംഗങ്ങൾക്കും, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കും ദൈവം തമ്പുരാൻ സാധ്യമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ ദേവാലയത്തിന്, ഈ ശുശ്രൂഷകൾക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഇത്ര സുന്ദരമായി ദേവാലയം നിർമ്മിച്ച് ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഇടവകയിലെ എല്ലാ അംഗങ്ങളെയും, ഇടവ വികാരി അച്ഛനെയും എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും
എനിക്ക് ലഭിച്ച അവസരത്തെ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആശംസകൾ അറിയിച്ച പി വൈ മാത്യു അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. അടുത്തതായി ആശംസ അർപ്പിക്കുവാനായി വാർഡ് മെമ്പറായിരിക്കുന്ന ശ്രീമതി അനിത ചാക്കോയെ സാദരം ക്ഷണിക്കും. വന്യ തിരുമേനിമാര്, വൈദിക ശ്രേഷ്ഠരെ, വിശിഷ്ട വ്യക്തികളെ, സ്വാമുജി, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹവന്ദനം. ഈ ദേവാലയത്തിൽ ആശംസകൾ അറിയിപ്പാൻ എനിക്ക് കിട്ടിയ അവസരം വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതിയാണ്. കാരണം ഞാൻ ഓർത്തഡോക്സ് കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു. ഇപ്പോൾ എന്നാൽ മല്ലപ്പള്ളി ഹോളി CSI ചർച്ചിലെ ഒരു അംഗമായിട്ട് ഞാൻ പോകുന്നു. ഈ ആശംസയ്ക്ക് അവസരം തന്ന ഈ ഇടവ വികാരി വർഗീസ് പി ചെറിയാനച്ഛനോടും ഇതിൻ്റെ ചുമതലപ്പെട്ടവരോടുമുള്ള നന്ദി ഞാൻ ആദ്യമായി അറിയിച്ചു കൊള്ളുന്നു. ഞാൻ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ആശംസ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയൊരു വാക്യമാണ് 84-ാം സങ്കീർത്തനം 1-ാം വാക്യം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. ദേശത്ത് ദൈവത്തിൻ്റെ ആലയം ഉയരുമ്പോൾ ദേവാലയത്തിൽ പറ്റിച്ചേർന്ന് നിന്ന പിതാക്കന്മാരുടെ അകൃത്യത്തിൽ നശിച്ചു പോകാതെ നിരന്തരം പ്രാർത്ഥിപ്പാൻ അവസരം ലഭിച്ച ഹെരോബിനെ പോലെ നമ്മളും ആയിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ദൈവത്തിൻ്റെ ആലയം വിശുദ്ധിയുള്ളതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം അതുപോലെ വിശുദ്ധിയുള്ളതായി ഇരുപ്പാൻ സർവശക്തനായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസ അറിയിച്ച വാർഡ് മെമ്പറായിരിക്കുന്ന ശ്രീമതി അനിത ചാക്കോയുള്ള നന്ദിയും സ്നേഹവും ഇടവകയുടെ നാമത്തിൽ അറിയിക്കുന്നു. അടുത്തതായി ആശംസ അറിയിക്കുന്നത് അഡ്വക്കേറ്റ് റജി തോമസ്, പ്രസിഡന്റ്, മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത്. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്യ ഇടവമെത്രാപ്പോലീത്ത യൂഹാനോൻ മാർക്കോസ് ഓസ്റ്റിനോസ് തിരുമേനി, അഭിവന്യ സ്വാമിജികൾ, ബഹുമാനായ ശ്രീ ജോസഫ് മുതുശ്ശേരി XMLA, വൈദിക ശ്രേഷ്ഠരെ, ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് പുതിയതായി പണിതായി മനോഹരമായ ദേവാലയത്തിൽ ഞാൻ നിൽക്കുന്നത്. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ഒന്ന്, ഈ ഇടവകയുടെ മാതൃ ഇടവകയായ കല്ലുപ്പാറ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ ഒരു അംഗമെന്നുള്ള നിലയിലും, അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അഭിമന്യ തിരുമേനിയുടെ അനുഗ്രഹ ആശീസ്സോടുകൂടി ആ പള്ളി പുതുക്കി പണിതപ്പോൾ അവിടുത്തെ വികാരിയായിരുന്ന ബാബുവച്ചൻ്റെ മകനാണ് ഇപ്പോൾ ഈ പള്ളിയുടെയും വികാരി എന്നുള്ള നിലയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ മനോഹരമായി ഒരു യുവ വൈദികന് നേതൃത്വം നൽകിക്കൊണ്ട് തിരുമേനിയുടെയൊക്കെ പിന്തുണയോടുകൂടി ഈ ദേവാലയം സൃഷ്ടിക്കുവാനായി സാധിച്ചു. എനിക്കറിയാം, ഇന്ന് നമ്മുടെ ഭദ്രാസനത്തിൽ നിരവധി ദേവാലയങ്ങൾ ഇതുപോലെ പുതുക്കി പണിതുകൊണ്ട് ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അഭിമന്യ തിരുമേനിക്ക് ആ കാര്യത്തിൽ ഒരു മത്സരത്തിന് പോലും വേറെ ആർക്കും കഴിയുകയില്ല. അതുപോലെ നമ്മുടെ പഴയ ദേവാലയങ്ങളെല്ലാം തന്നെ ഇന്ന് പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്ത് നമ്മുടെ പൂർവികർ കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടും പണിത ദേവാലയങ്ങൾ അതിന് ഒരു കുറേ കാലഘട്ടം മാത്രമേ അതിനെ നിലനിൽക്കുവാനായി സാധിക്കുകയുള്ളൂ. ഒരു ഘട്ടം കഴിയുമ്പോൾ അത് പുതുക്കി പണിതേ മതിയാവും. ആധുനിക സാങ്കേതിക വിദ്യ അനുസരിച്ച് നമ്മൾ വളരെ മനോഹരമായി ഇന്ന് ദേവാലയങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ആ ദേവാലയ സൃഷ്ടിക്കപ്പുറം സമൂഹത്തെ കാണുവാനും സമൂഹത്തെ ജനങ്ങളെ കാണുവാനും ഈ പുതിയ ദേവാലയങ്ങൾക്ക് കഴിയണം, അവിടുത്തെ ജനങ്ങൾക്ക് കഴിയണം എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. മല്ലപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം മതസൗഹാർദ്ദത്തിന് പേര് കേട്ട ഒരു പ്രദേശമാണ്. ഇന്ന് മല്ലപ്പള്ളിയിലെ എല്ലാ ജാതി മത വിശ്വാസികളും ഇന്ന് അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. ധാരാളം ദേവാലയങ്ങളും ക്ഷേത്രങ്ങളും ഉള്ള ഒരു പ്രദേശമാണ്. എല്ലാവരും പരസ്പരം സ്നേഹത്തോടും ഐക്യത്തോടുമാണ് ഈ പ്രദേശത്ത് വസിക്കുന്നത്. ഈ ദേവാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ ദേശത്തിന് മുഴുവൻ പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അർപ്പിച്ച അഡ്വക്കേറ്റ് റജി തോമസ്, പ്രസിഡന്റ്, മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഉള്ള അവർ നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. അടുത്തതായി ഹോളി ഇമ്മാനുവേൽ CSI ചർച്ചിൻ്റെ വികാരിയായിരിക്കുന്ന ബഹുമാന്യായ ഷാജി ജേക്കബ് അച്ഛനെ
ആദരപൂർവ്വം ആശംസ അർപ്പിക്കുവാനായിട്ട് സ്വാഗതം ചെയ്യും. അഭിവന്ദ്യനായ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, ആദരണീയനായിരിക്കുന്ന സ്വാമിജി, വന്യ വൈദികരെ, രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വിശിഷ്ടാതിഥികളെ, വിശ്വാസ സമൂഹമേ, ഒരാഴ്ച മുമ്പാണ് മല്ലപ്പള്ളി ഹോളി ഇമ്മാനുവൽ CSI ഇടവകയുടെ ശുശ്രൂഷയിലേക്ക് ഞാൻ ചാർജ് എടുത്ത് വന്നത്. ആ സമയത്ത് തന്നെ ഈ ദേവാലയത്തിൻ്റെ കൂദാശയുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ ഭാരവാഹികളോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കട്ടെ. ഞാൻ റാന്നി സ്വദേശിയാണ്. എന്നാലൊരു 4 തലമുറ മുമ്പ് എൻ്റെ പിതാമഹൻ ഈ മല്ലപ്പള്ളി മുരണിയിലെ ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ, കല്ലുപ്രയാറ്റ് കുടുംബത്തിൽ ജനിച്ച ആളായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിലെ മരിച്ചു പോയതുകൊണ്ട് ഒരു ആംഗ്ലിക്കൻ ഭവനത്തിലാണ് അദ്ദേഹം വളർന്നത്. അതുകൊണ്ട് ഞാനിന്ന് CSIക്കാരനായിട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നു. വളരെ സന്തോഷമുണ്ട്. വളരെ ഭംഗിയായിട്ട് ഈ ദേവാലയം ഇവിടെ പുതുക്കി പണിഞ്ഞതിനുള്ള നിങ്ങൾ എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ ഈ സമയത്ത് അറിയിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ദേശത്ത് സഭാവിശ്വാസികൾ വിവിധ സഭകളിൽ നിന്നുള്ള ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ദേശത്തിന് നന്മയുണ്ടാകുവാനായിട്ട് സഹായിക്കട്ടെ. നമ്മളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ മൂലം രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ നമുക്ക് നൽകുവാനുള്ള ആ ഒരു സംഭാവന ഒരുമിച്ച് ചേർന്ന് ഈ ദേശത്ത് നൽകുവാനായിട്ട് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് നമുക്കെല്ലാം ഒരുമിച്ച് വരും നാളിൽ പ്രവർത്തിക്കാം. ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ആശംസ അർപ്പിച്ച ഹോളി ഇമ്മാനുവൽ CSI പള്ളിയുടെ വികാരിയായിരിക്കുന്ന ഷാജി കപ്പച്ചനോടുള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. അടുത്തതായി ആശംസ അർപ്പിക്കുന്നത് വാർഡ് മെമ്പറായിരിക്കുന്ന ശ്രീ പ്രകാശ് വടക്കേമുറിയിൽ അവറുകളെ ആശംസ അർപ്പിക്കുവാനായി സാദരം ക്ഷണിക്കും. ബഹുമാനപ്പെട്ട അഭിവന്ദ്യ തിരുമേനി, അതുപോലെ തന്നെ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന സാംജി, വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ഈ ഇടവകയിലെ അംഗങ്ങളെ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നല്ലവരായ ഈ നാട്ടിലെ ജനങ്ങളെ, നമ്മുടെ മുരണിയിൽ ഇതുപോലെ മനോഹരമായി ഒരു ദേവാലയം നിർമ്മിക്കുന്നതിന് ഇവിടുത്തെ ഇടവക അംഗങ്ങളും അതുപോലെ തന്നെ ഈ ഇടവകയിലെ പ്രിയപ്പെട്ട അച്ഛനും ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളുമൊക്കെ സജീവമായി മുന്നോട്ടിറങ്ങുകയും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും അഭിമാനമായി ഇതുപോലെ ഒരു ദേവാലയം ഇവിടെ നിർമ്മിക്കുവാൻ സാധിച്ചത് നമ്മുടെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷത്തിൻ്റെ സുദിനമാണ് ഇന്ന് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ദേവാലയം നമ്മുടെ ഈ കൊച്ചു ഇടവകയിലെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നമ്മൾക്ക് ചിന്തിക്കുമ്പോൾ ഇതുപോലെ ഒരു ദേവാലയം നിർമ്മിക്കുവാൻ ഈ ഇടവകയിലെ അംഗങ്ങളെ കൊണ്ട് സാധിച്ചു എന്ന് പറയുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചുകൊണ്ട് ഈ ദേവാലയം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഈ ഇടവകയിലെ മുഴുവൻ അംഗങ്ങളും ഒന്നായി പ്രവർത്തിച്ചതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇതുപോലെയുള്ള ഒരു ദേവാലയം നമുക്ക് നിർമ്മിക്കുവാൻ സാധിച്ചത്. ഈ നമ്മുടെ മുരളി എന്നുള്ള ഈ കൊച്ചു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും ഒന്നായി നിന്നുകൊണ്ട്, ഒരു സമൂഹം ഒന്നിച്ചു നിന്നുകൊണ്ട്, ഏതൊരു കാര്യത്തിനും നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടുള്ള ഈ നാട്ടിൽ ഇതുപോലെ ഒരു ദേവാലയം നിർമ്മിക്കുവാൻ സാധിച്ചതിൽ ഇവിടുത്തെ മുഴുവൻ ഇടവകയിലെ അംഗങ്ങളോടൊപ്പം സന്തോഷത്തിൽ പങ്കുചേരുകയും ഇതിനെ നിർമ്മിക്കുവാൻ മുൻകൈയെടുത്ത ഈ ദേവാലയത്തിൻ്റെ പ്രിയപ്പെട്ട അച്ഛനോടും ഈ ദേവാലയത്തിലെ കമ്മിറ്റി അംഗങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയും ഈ ദേവാലയ കൂദാശയിൽ പങ്കെടുക്കുവാൻ ഒരു അവസരം നൽകിയ ഈ ബഹുതായ
ഈ നല്ല ഒരു സദസ്സിൽ എനിക്ക് ഒരു അവസരം നൽകിയ ഇതിൻ്റെ ഇടവകയിലെ അംഗങ്ങളോട് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയും ഈ ദേവാലയത്തിൻ്റെ ഈ കൂദാശയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് അകമഴിഞ്ഞ് സഹായിച്ച, ആത്മാർത്ഥമായി സഹായിച്ച മുഴുവൻ ആളുകളോടും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, അഭിവന്യ തിരുമനസ്, വന്യ വൈദിക ശ്രേഷ്ഠരെ, സംപൂജ്യരായവരെ, യോഗം ഉദ്ഘാടനം ചെയ്യുന്ന സ്വാമിജി അവറുകൾ, കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യോഗത്തിലേക്ക് മുമ്പ് സ്വാഗതം ആശംസിച്ചു. ഒറ്റ വാക്കിൽ എല്ലാവരെയും സ്വാഗതം ആശംസിക്കുവാനായിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ ഇടവമെത്രാപ്പൊലീത്ത തിരുമനസിനെ ഹാർദവമായി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന സ്വാമിജി അവറുകളെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ദേവാലയത്തിലേക്ക്, മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. ശതാബ്ദി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ ജോസഫ് പുതുശ്ശേരി അവറുകളാണ്. അവറുകളെയും ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യണം. ആശംസകൾ അർപ്പിച്ചതും ഇനി അർപ്പിക്കുവാൻ പോകുന്നതുമായ ബിജോഷ് തോമസ് അച്ഛൻ, ബാബുക്കുട്ടി ആൻഡ്രൂസ് അച്ഛൻ, ഷാജി ജേക്കബ് അച്ഛൻ, PY മാത്യു അച്ഛൻ, അഡ്വക്കേറ്റ് റജി തോമസ്, ശ്രീ പ്രകാശ് വടക്കേമുറിയിൽ, ശ്രീമതി അനിത ചാക്കോ എന്നിവരെയും ഒറ്റ വാക്കിൽ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സ്വാമിജി അവറുകളെ സാദരം ക്ഷണിക്കുന്നു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഇവിടെ വേദിയിലിരിക്കുന്ന അഭിവന്ദ്യ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത, മറ്റു വിശിഷ്ടാതിഥികളെ, ശ്രോതാക്കളെ, തിരുവല്ല ആശ്രമത്തിൽ വന്നിട്ട് 1.5 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതുമാത്രമല്ല, ഈ ദേവാലയത്തിൻ്റെ കൂദാശ കർമ്മം നിർവഹിക്കണം എന്ന് പറഞ്ഞ് അവിടെ ഫാദർ എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ അമിതമായ താല്പര്യം കാരണം ഞാനത് സസന്തോഷം സ്വീകരിച്ചു. ഇവിടെ എത്തിച്ചേർന്നതിൽ ഈ ദേവാലയത്തിൻ്റെ പരിപാടികളെല്ലാം പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ദേവാലയത്തിൻ്റെ ഉദ്ദേശം നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വരനെയും ഈശ്വരൻ്റെ സ്നേഹത്തെയും പഠിക്കുവാനും വേണ്ടിയിട്ടാണ് ഈ ദേവാലയങ്ങളും മറ്റു അമ്പലങ്ങളും എല്ലാം. ഇത്
എന്താണ് മനുഷ്യ സ്നേഹം അല്ലെങ്കിൽ ഈശ്വര സ്നേഹം? ഇത് രണ്ടും രണ്ടല്ല. അതായത് നമ്മളൊരു വൃക്ഷം എന്ന് പറയുമ്പോൾ ഒരു വൃക്ഷത്തെ മാത്രം നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ വനം എന്ന് പറഞ്ഞാൽ അതിൽ സകല വൃക്ഷങ്ങളും അതിനകത്തുണ്ടാകും. പക്ഷെ അതുപോലെയാണ് നമ്മൾ മനുഷ്യരും ദൈവവും അല്ലെങ്കിൽ ഈശ്വരനും. മനുഷ്യരെന്ന് പറയുമ്പോൾ വ്യക്തിഗതമായിട്ടുള്ള സ്വരൂപം, ഈശ്വരൻ എന്ന് പറയുന്നത് സമഷ്ടിയായിട്ടുള്ളത്, വനം എന്ന് പറയുന്ന പോലെ. ഇപ്പം എല്ലാ മനുഷ്യരുടെയും ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം തന്നെയാണ് സമഷ്ടി രൂപത്തിൽ ഈശ്വരനിൽ കുടികൊള്ളുന്നത്. ക്രിസ്തു ഭഗവാൻ പറയും, സ്വർഗസ്ഥനായ പിതാവ് എന്ന്. അതുപോലെ തന്നെ നിൻ്റെ ഉള്ളിലിരിക്കുന്ന സ്വർഗരാജ്യം. ഈ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറയുമ്പോൾ നമ്മളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോകത്ത് ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നു എന്നാണ് സങ്കല്പം. പക്ഷെ അത് സാധാരണക്കാരെ പോലുള്ള നമ്മൾക്കൊക്കെ അത് നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠാനങ്ങളിലൂടെ, പ്രാർത്ഥനയിലൂടെ, ബലികളിലൂടെ, ഈ ദേവാലയങ്ങളിൽ വന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സ് പരിശുദ്ധമാക്കി ഈശ്വരനെ കാണാൻ പ്രാപ്തരാക്കുന്നു. മറിച്ച് ഈശ്വരൻ നിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ സ്വർഗരാജ്യം നിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി പ്രാർത്ഥനകളിലൂടെയും ബലികളിലൂടെയും മനസ്സ് പരിശുദ്ധമാക്കി തീർത്ത ഒരു വ്യക്തിക്ക് ഈശ്വരനെ തൻ്റെ ഉള്ളിൽ തന്നെ കാണാൻ സാധിക്കുന്നു. ആ സ്ഥാനത്തേക്ക് നാം എല്ലാവരും ഉയരണം. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അതിന് ഇതുപോലുള്ള ദേവാലയങ്ങളും അവിടെ പ്രവർത്തിക്കുന്ന അച്ഛന്മാരും അവരുടെ സഹായങ്ങളും ഉപദേശങ്ങളും നമ്മൾ കേട്ട് നമ്മുടെ ജീവിതം ധന്യമാക്കണം. എല്ലാവർക്കും സുഖമുണ്ടാവട്ടെ, എല്ലാവരുടെയും മനസ്സ് പവിത്രമാവട്ടെ, എല്ലാവർക്കും ഈശ്വരനെ സാധിക്കുമാറാവട്ടെ. ഒരിക്കലും ആർക്കും ദുഃഖമുണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ദേവാലയത്തിൻ്റെ ഉദ്ഘാടന കർമ്മം സസന്തോഷം ശ്രീ യേശുദേവൻ്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. നമസ്കാരം. ഈ യോഗത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും അനുഗ്രഹ വചനങ്ങൾ ചൊരിഞ്ഞു നൽകുകയും ചെയ്ത സ്വാമിജി നിർഗുണാനന്ദ അവരോടുള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. അടുത്തതായി നമുക്ക് ഏവർക്കും അറിയാം, ഈ ദേവാലയം 100-ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം, ശതാബ്ദി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ ജോസഫ് മുതുശ്ശേരി XMLA ആണ്. XMLA ഹാദരപൂർവ്വം സ്വാഗതം ചെയ്യും. അഭിനന്ദ തിരുമേനി, വന്ദനായ സംപൂജ്യനായ സ്വാമിജികൾ, ഗുരുജനങ്ങളെ, വന്ദനായ വേദിക ശ്രേഷ്ഠരെ, ഞാൻ പ്രസംഗം കഴിഞ്ഞതാണ്.
ഈ ശതാബ്ദി ഉദ്ഘാടനം നിർവഹിക്കണം എന്ന് പറഞ്ഞ് ആ ചടങ്ങ് നിർവഹിക്കാൻ വേണ്ടി മാത്രമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒറ്റ വാക്കിൽ പകരക്കാരനായി ഞാനിവിടെ നിൽക്കുകയാണ്. ഈ മാത്യു ടി തോമസ് MLAക്ക് പകരക്കാരനായി. അപ്പോൾ ദൈവം വലിയ കൃപാദാനങ്ങൾ നൽകിയാണ് ഈ ദേവാലയത്തിൻ്റെ പുതുക്കിപ്പണിത് ഇന്ന് കൂദാശ ചെയ്തിരിക്കുന്നത്. 100 വർഷം പഴക്കമുള്ള ഈ ദേവാലയത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ഈ അവസരത്തിൽ വലിയ ദൈവാനുഗ്രഹത്തോടും മാത്യു വന്നു. അപ്പോൾ മാത്യു തന്നെ അത് നിർവഹിക്കട്ടെ. അപ്പോൾ ഞാൻ മാത്യുക്കും ഇപ്പം ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ ഇവരുടെ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് ഞെരുങ്ങുക. മാത്യുറ്റിയുടെ തല തിളങ്ങുന്നത് പുതുശ്ശേരി കണ്ടതുകൊണ്ടാണ്. അഭിനന്ദ ക്രിസോസ്റ്റമസ് തിരുമേനി, സംപൂജ്യനായ സ്വാമിജികൾ, വന്യ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട ജോസഫ് പുതുശ്ശേരി, ശ്രീ പ്രകാശ് വടക്കേമുറി, ശ്രീമതി അനിത ചാക്കോ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, തിരുവല്ല KSRTCയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഒരു ആലോചന യോഗം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പങ്കെടുക്കും എന്ന് പറഞ്ഞ് 9:30 മണിക്ക് വിളിച്ചിരുന്നു. ഒരു ദേവാലയം നിർമ്മിക്കുന്ന പോലെ എളുപ്പമല്ല സർക്കാരിൻ്റെ ഒരു കെട്ടിടം പണിയുക. തിരുവേനിമാർ ചോദിച്ചാൽ എല്ലാവരും പൈസ തരും, കെട്ടിടം പണി അങ്ങ് നടക്കും. ഗവൺമെൻറ് പരിപാടികൾ വൈകിക്കൊണ്ടിരിക്കുക. പക്ഷേ 9:30 മണി പറഞ്ഞ് മന്ത്രി വളരെ വൈകി അദ്ദേഹം വരുന്നില്ല എന്നറിയിച്ച യോഗം നടന്നപ്പോൾ താമസിച്ചു പോയതാണ്. വൈകിയാണെങ്കിലും ഇവിടെ വരെ വന്ന് പോകാം എന്ന് കരുതിയാണ്. അതിനിടയിൽ എന്താ സംഭവിച്ചതെന്ന് ഞാൻ വന്നപ്പോൾ അത്ര മനസ്സിലായില്ല. പിന്നാണ് പുതുശ്ശേരി പറഞ്ഞത് ഞാൻ വരില്ല എന്ന് ധരിച്ച് അങ്ങ് തുടങ്ങുകയായിരുന്നു. ഏതായാലും താമസിച്ചാണെങ്കിൽ ഇവിടെ എത്തി ഈ ശതാബ്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിലെ എൻ്റെ സന്തോഷവും പ്രത്യേകമായി അതൊരു പദവിയായി കണക്കാക്കിക്കൊണ്ടുള്ള എൻ്റെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യവും ഞാൻ അറിയിക്കാൻ. ദേവാലയ കൂദാശ എളുപ്പം നടക്കുന്നൊരു കാര്യമായി ഞാൻ ആദ്യം സൂചിപ്പിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇടവകയുടെ ഒരു ഐക്യം പ്രഘോഷിക്കുകയാണ്. സാധാരണ പള്ളി കൂദാശകളിൽ ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഒരു വീട് വെക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. പ്രായമായ മക്കൾ കൂടി ഉണ്ടെങ്കിൽ അതിലും ബുദ്ധിമുട്ടാണ്. സിറ്റിംഗ് റൂമിൽ എത്ര സ്ക്വയർ ഫീറ്റ് വേണം എന്ന് ഭാര്യയും ഭർത്താവും മക്കളും കൂടി തീരുമാനം പറയണമെങ്കിൽ കുറച്ച് ദിവസം എടുക്കും. ഇപ്പം എൻ്റെ വീടൊന്ന് പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുക. രാവിലെ ഇളയ മോള് പറഞ്ഞു എൻ്റെ മുറിക്കകത്ത് വൈറ്റ് മതി. മൂത്ത മോള് പറഞ്ഞു എനിക്കില്ല വെള്ള ആയിക്കോട്ടെ, പക്ഷെ ഒരു ചെറിയ പച്ച ഷെയ്ഡ് വേണം. ഞങ്ങൾ പിന്നെ ഞാൻ അഭിപ്രായം അത്തരം ചെറിയ കാര്യങ്ങളൊന്നും പറയാറില്ല. ഞാൻ വലിയ വലിയ കാര്യങ്ങളെ വീട്ടിൽ അഭിപ്രായം പറയാറുള്ളൂ. ഇറാഖിൽ പോയി അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ചില കടന്നാക്രമണങ്ങൾ ശരിയാണോ, അമേരിക്കൻ സാമ്രാജ്യത്വം ഇടപെടുന്നത് ശരിയാണോ തുടങ്ങിയുള്ള വലിയ കാര്യങ്ങൾ ഞാൻ അഭിപ്രായം പറയും. വലിയ കാര്യങ്ങളും എൻ്റെ അഭിപ്രായമാണ് വീട്ടിൽ സ്വീകരിക്കുക. പെയിൻറ്റിൻ്റെ കാര്യത്തിലൊന്നും പറയാറില്ല. ഇത്തരം ചെറിയ നിർമ്മാണങ്ങൾ കാര്യങ്ങളിലൊക്കെ തർക്കം ഉണ്ടാകുമ്പോൾ നിരവധി ഇടവാങ്ങളും കുടുംബങ്ങളും ഒരുമിച്ചിരുന്ന ഒരു ദേവാലയത്തിൻ്റെ രൂപകൽപ്പന ചെയ്ത് അത് പൂർത്തീകരിച്ച് അത് കൂദാശ ചെയ്യുക എന്ന് പറയുന്നത് ആ ഇടവകയുടെ വലിയ ഐക്യത്തിൻ്റെ ഒരു പ്രഘോഷണമാണ്. എന്ന് മാത്രമല്ല, ഒരിടത്ത് പോലും ഒരു ദേവാലയ പണി ആരംഭിച്ചിട്ട് മുടങ്ങിക്കിടപ്പില്ല. അത് ക്രൈസ്തവ ദേവാലയത്തിൻ്റെ മാത്രമല്ല, ഒരു സ്ഥലത്ത് പോലും ഒരു മുസ്ലിം ദേവാലയത്തിൻ്റെയോ ഒരു ക്ഷേത്രത്തിൻ്റെയോ പണി ആരംഭിച്ചിട്ട് മുടങ്ങിക്കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല.
KSRTC കെട്ടിടം പണിയുന്ന അത്രയും പോലും കാലതാമസമില്ല. തിരുമേനിയുടെ കൂടി സന്തോഷത്തിന് പറയുക 6-ാം തീയതി ഉദ്ഘാടനം ചെയ്യുക. ജൂൺ മാസം 6-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്. അതിൻ്റെ ആലോചന യോഗമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വൈകിപ്പോയത്. അപ്പോൾ അവിടെയൊക്കെ അനുഭവമായ ഒരു നടത്തിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അത് ഇടവക അംഗങ്ങളുടെ യോജിപ്പിൻ്റെ കൂടി ഒരു പ്രഖ്യാപനമാണ്. ആ യോജിപ്പ് എങ്ങനെ ഉണ്ടാകുന്ന? എല്ലാവരുടെയും മനസ്സിലിരുന്ന ഒരു ദേവാലയ സങ്കല്പം ഇതാവണമെന്നില്ല. നമ്മൾ മനസ്സിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോഴാണ് എല്ലാവരും കൂടി ഒരുമിച്ചുടത്തെത്തുന്നത്. ഒരാൾ മനസ്സിൽ കണ്ടിരുന്ന ദേവാലയമായിരിക്കില്ല വേറൊരാൾ കാണുന്നത്. പക്ഷേ അവസാനം നമ്മൾ എത്തിച്ചേരുന്നത് അവിടെയാണ്. അപ്പം യോജിപ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരസ്പരം നൽകലും പരസ്പരം സ്വീകരിക്കലുമാണ്. വേറൊരാളുടെ ആശയങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു, നമ്മുടെ ആശയങ്ങൾ നൽകുന്നു. വേറൊരാളുടെ ആശയം നമ്മുടെ ആശയം തമ്മിൽ ചേരുമ്പോൾ രൂപപ്പെടുന്നത് മൂന്നാമതൊരു ആശയമാണ്. അപ്പോൾ യോജിപ്പ്, കൊടുക്കൽ വാങ്ങലുകൾ, ഇതെല്ലാം സംയോജിപ്പിക്കുന്ന ഒരു വലിയ സാക്ഷ്യം. അതാണ് ഒരു ദേവാലയത്തിൻ്റെ നിർമ്മാണം. അതുകൊണ്ട് ദേവാലയം പൂർത്തീകരിച്ചാൽ അത് കൂദാശ ചെയ്ത് കഴിയുമ്പോൾ മനോഹരമാണ്. അതിനുള്ളിൽ മനോഹരമായ ആരാധനകൾ ഉണ്ടാകും. ഈ പള്ളിക്ക് പുറത്തുള്ള ഇടവക അംഗങ്ങളുടെ ജീവിതം മനോഹരമാകുമ്പോഴാണ് ദേവാലയം നന്നായി പണിതതിൻ്റെ ഒരു അർത്ഥം സമൂഹത്തിനുണ്ടാകുന്നത്. സാമൂഹ്യ തിന്മകൾ നിറഞ്ഞൊരു ജീവിതമാണ് നമ്മുടേത്. നിരവധി തിന്മകൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന അഴിമതി, അക്രമം, കൊള്ളവെപ്പ്, ധൂർത്ത് ഒരു പാപമായി പലപ്പോഴും നമ്മൾ കാണാറില്ല. ഒരു വിവാഹത്തിനിപ്പോൾ 70,000 പേരെ വിളിച്ച് സദ്യ കൊടുത്ത ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. എങ്ങനെ 70,000 പേർക്ക് സദ്യ കൊടുക്കും? വീട്ടിലെ കാശ് കൊണ്ടൊന്നും ആർക്കത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ 70,000 പേർക്ക് ഞാൻ സദ്യ കൊടുത്തു എന്ന് അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേതാവ് ഞാൻ ഒരു അഭിമാനം അല്ല. നാം ഈ സമൂഹത്തിന് മാതൃകയാകേണ്ടവരാ. വിവാഹത്തിന് വീട്ടിൽ കൂടുതൽ ആളുകൾ വരികയും കൂടുതൽ പേർക്ക് സദ്യ ഇലവാക്കുകയും കൂടുതൽ പണം ചെലവഴിക്കുകയും ചെയ്യുന്നത് ഒരു പദവിയായി കാണുന്ന തരത്തിൽ നമ്മുടെ മൂല്യബോധം വികലമായിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തോതിൽ സ്വർണം ഉപയോഗിക്കുന്നത് വലിയ സന്തോഷമായി, വലിയൊരു അഭിമാനമായി കാണുന്ന ഒരു മൂല്യബോധം. അങ്ങനെ നിരവധി തിന്മകളുള്ള ലോകത്ത് ഈ ധൂർത്തൊരു തിന്മയായി ചിലർ കാണുന്നില്ല. ഞാൻ ധൂർത്ത് ഒരു തിന്മയായും അതിനപ്പുറം ഈ ബഹുമാനപ്പെട്ട അഭിവന്ദനായ ഒസ്താത്യോസ് തിരുമേനിയുടെ വാക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ ധൂർത്ത് എന്ന് പറയുന്ന ഒരു പാപമാണ്, ദൈവം മുമ്പാകെ തെറ്റാണ്. അപ്പൊ അങ്ങനെയുള്ള തിന്മകൾ സമൂഹത്തിൽ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്നിടത്ത് ഈ മനോഹരമായ ദേവാലയത്തിലെ മനോഹരമായ ആരാധനയിൽ പങ്കെടുക്കുന്ന നമ്മൾ അർപ്പിക്കുന്ന ജീവിതം മനോഹരമാണോ എന്നുള്ളതാണ് ഈ സമൂഹത്തിൽ പ്രസക്തമായി വരുന്ന ഒരു വിഷയം. 100 കൊല്ലം ഈ ഇടവക നാട്ടിൽ നിരവധി ആളുകൾക്ക് നന്മ ചെയ്യുന്നതിന് പ്രേരണ കൊടുത്ത ഒരു ഇടവകയാണ്. വരും വർഷങ്ങളിലും നല്ലത് ഈ സമൂഹത്തിൽ ചെയ്യാൻ, നന്മയുടെ പക്ഷത്ത് നിൽക്കാൻ, നീതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിരവധി ആളുകൾക്ക് പ്രചോദനം നൽകുമ്പോഴാണ് ഈ യോജിപ്പിൻ്റെയും ഈ കൂട്ടായ്മയുടെയും വിജയം മതേതര സമൂഹം തിരിച്ചറിയുക. ഞാൻ സാധാരണ ഇത്തരം സംഗമങ്ങളിൽ പറയുന്ന ഒരു കാര്യമാണ്, നേരത്തെ ആയാലും കേട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മുടെ എല്ലാ സംഗമങ്ങളിലും, വിശ്വാസ സംഗമങ്ങളിലും എല്ലാ വർഷവും ഭക്തജനങ്ങളുടെ തിരക്ക് കൂടി വരികയാണ്. ശബരിമലയിൽ തൊട്ട് തലേ വർഷത്തേക്കാൾ കൂടുതൽ ആളുകൾ ഈ വർഷം വന്നു. കൂടുതൽ കാണിക്ക കിട്ടി. എല്ലാ വർഷത്തേക്കാൾ റെക്കോർഡാണ്. മാരാമൻ കൺവെൻഷനും അത് തന്നെയാണ്, പരിമല പെരുന്നാളിനും അത് തന്നെയാണ്, മഞ്ഞനിക്കര പെരുന്നാളിനും അത് തന്നെയായിരിക്കും. എല്ലാ വിശ്വാസ സംഗമങ്ങളിലും വിശ്വാസികൾ എത്തിച്ചേരുമ്പോൾ, ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ തന്നെയാണ് നാട്ടിൽ അഴിമതി അക്രമവും വർദ്ധിക്കുന്നത്. ഈ വിശ്വാസ സംഗമങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകൾ തന്നെയല്ലേ നാട്ടിൽ ജീവിക്കുന്നത്, ഈ സമൂഹത്തിന്റെ വിവിധ കർമ്മ രംഗങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ മതേതര സമൂഹത്തിൽ സമർപ്പിക്കുന്ന ജീവിതം
നന്മയുടെ പക്ഷത്താകണമെന്ന വിശ്വാസ സംഗമങ്ങളിലൂടെ ഒരു പ്രചോദനം, ഒരു ഉത്തേജനം ഭക്തജനങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ലോകത്തിലെ തിന്മ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതിന് ഒരു അപവാദമാകാൻ, നേരിൻ്റെ പക്ഷത്ത് ചരിക്കുന്നവരായി നിരവധി ആളുകളെ കർമ്മനിരതരാക്കാൻ, ചൈതന്യവത്താക്കാൻ ഇടവകയുടെ പ്രവർത്തനങ്ങൾ പര്യാപ്തമാവുമ്പോഴാണ് സമൂഹത്തിൽ ഇടവകയും അതിൻ്റെ പ്രവർത്തനങ്ങളും പ്രസക്തമാകുന്നു. 100 കൊല്ലം അങ്ങനെ പ്രവർത്തിച്ചു. വരും കാലങ്ങളിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ദൈവം തമ്പുരാൻ ഈ ഇടവകയ്ക്ക് കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അഭിവന്യ തിരുമേനിയുടെയും പ്രത്യേകിച്ച് ഉദ്ഘാടനം ചെയ്യാൻ ഉദ്യമിച്ചതിന് ശേഷം പിൻവാങ്ങിയ എൻ്റെ സുഹൃത്ത് ജോസഫ് പുതുശ്ശേരി, എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. നന്ദി. അഭിവന്യ ഇടമത്രാപുരത്ത തിരുമേനി, സ്വാമിജി, വന്യവൈദിക ശ്രേഷ്ഠരെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, സ്നേഹ വന്ദനം. സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. ഞങ്ങളെ തക്സ പഠിപ്പിച്ച കോരുതച്ചൻ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത്, നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ പുറകോട്ട് കൈകുത്തി ഇരിക്കാൻ ആൾക്കാർ തുടങ്ങിയാൽ അവിടെ പ്രസംഗം നിർത്തണം. ഇവിടെ എല്ലാവരും അച്ഛാ വയ്യ എന്ന് പറഞ്ഞ് പുറകോട്ട് കൈകുത്താൻ തുടങ്ങി. അതുകൊണ്ട് അധികം ദീർഘിപ്പിക്കുന്നില്ല. ചുരുങ്ങിയ വാക്കുകളിൽ ആദ്യമായി ഈ മനോഹരമായ പള്ളിയുടെ പണിയിൽ ഏറ്റവും കഷ്ടപ്പെട്ടത് വർഗീസ് പി ചെറിയാനച്ഛനാണ്. അച്ഛന് ഇടയ്ക്കൊരു ചെറിയ ഓപ്പറേഷനൊക്കെ ഉണ്ടായി. എങ്കിലും അച്ഛൻ വിശ്രമിക്കാതെ എന്നോടും ഞങ്ങളുടെ മുണ്ടുകുഴി പള്ളിയിലും വന്ന് പല പള്ളികളിലും പോയി അവിടെ നിരണഭദ്രാസനത്തിലെ എല്ലാ പള്ളികളിലും അച്ഛനെ പോയി വളരെ കഷ്ടപ്പെട്ടാണ് അച്ഛനും കമ്മിറ്റിക്കാരും കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ മനോഹരമായ ഒരു പള്ളി നിർമ്മിച്ചിരിക്കുന്ന. അച്ഛനും കമ്മിറ്റിക്കാർക്കും ഇടവജനങ്ങൾക്കുമുള്ള സ്നേഹം ആദ്യമേ അറിയിക്കട്ടെ. രണ്ടാമതായി ഇവിടെ ഇരിക്കുന്നവർക്ക് മറ്റൊരു സന്തോഷമുണ്ട്. അതായത്, ഒരായുസിൽ ഒരു പള്ളി മാത്രമേ കൂദാശ കാണുവാനായിട്ട് ജനങ്ങൾക്ക് കഴിയുള്ളൂ. എന്നാൽ ഇവിടെ 2 പള്ളിയുടെ കൂദാശ ഇവിടെ ഇരിക്കുന്നവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. 88-ലും അതുപോലെ തന്നെ 2015-ലും. അതും ഒരു വലിയ സന്തോഷമാണ്. മൂന്നാമത്, ഇത് ശതാബ്ദി വർഷമാണ്. അതായത് ജോബേൽ സംവത്സരം, ജൂബിലി വർഷം. അത് സംഖ്യാപുസ്തകം 25-ൽ അത് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. 3 കാര്യങ്ങൾ. ഒന്ന്, സ്വാതന്ത്ര്യത്തിനുള്ള കാഹളധ്വനിയാണ് ഈ ശതാബ്ദി, അതായത് ജോബേൽ സംവത്സരം. ദൈവത്തിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യത്തോട് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന അനുഭവം. രണ്ടാമത്, നമ്മുടെ പള്ളിയൊക്കെ പണി കഴിഞ്ഞു, അനുരഞ്ജനത്തിൻ്റെ അനുഭവം. സഹോദരനും തമ്മിൽ അനുരഞ്ജനപ്പെട്ടുകൊണ്ട്, ഒരുമനപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന അനുഭവം. 3, ദൈവത്തിങ്കിലേക്ക്, എൻ്റെ പിതൃഭവനത്തിലേക്ക്, എൻ്റെ ദൈവത്തിലേക്ക് മടങ്ങി വരുന്ന അനുഭവം. ഈ ശതാബ്ദി ദൈവത്തിൽ സന്തോഷിക്കുന്ന, സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന, സഹോദരനോട് രമ്യപ്പെട്ടുകൊണ്ട് ദൈവത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു അവസരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശതാബ്ദിയുടെ എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊള്ളുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആശംസ അർപ്പിച്ച പാവക്കുട്ടി ആൻഡ്രൂസ് അച്ഛനോടുള്ള നന്ദി സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. അടുത്തതായി വിജോഷ് തോമസ് അച്ഛനെ ആശംസ അർപ്പിക്കുവാൻ. സമയം അതിക്രമിച്ചെന്ന് എല്ലാവരും പറയുന്നു, ഞാനും അങ്ങനെ വിശ്വസിക്കുന്നു. ഈ മുരുണി എന്ന് പറയുന്ന ഗ്രാമത്തിന് ഒത്തിരി വലിയ പ്രത്യേകതകളുള്ള ഒരു ഗ്രാമമാണ്. 3 വശവും ആറുകളാൽ ചുറ്റപ്പെട്ട് ഒരു ചെറിയ തുരുത്തായിട്ട് കിടക്കുന്ന ഒരു ചെറിയ ഗ്രാമം. ഒരു നാടൻ ഗ്രാമത്തിൻ്റെ എല്ലാ നിഷ്കളങ്കതകളും ഒത്തിണങ്ങിയ ഒരു ഗ്രാമം. ഇവിടെ വസിക്കുന്നവരിൽ ഏതാണ്ട് 90 അല്ലെങ്കിൽ 99% ക്രൈസ്തവരും അതുപോലെ തന്നെ ഹൈന്ദവ സഹോദരങ്ങളും ആണ്. ഇരുവരും വളരെ സന്തോഷത്തോടും സഹവർത്തിത്വത്തിൻ്റെ ഭാഷയിലും. അതുകൊണ്ടാണ് പ്രകാശേട്ടനൊക്കെ ഉള്ളവർ പൂമുഖത്ത് വേറെ മുഖങ്ങളെയും കാണുന്നുണ്ട്. ഇതിൻ്റെ കൂദാശ കർമ്മത്തിലുമൊക്കെ വളരെ സന്തോഷത്തോടെ, അതുപോലെ തന്നെ ദീപശികയിലുമൊക്കെ അവർ നമ്മുടെ കൂടെ വളരെ ആഴമായിട്ട് ആഴ്ന്ന് ഇറങ്ങിക്കൊണ്ട് ഇടപഴകുന്ന അവസരം ഉണ്ടായി. ദൈവം തമ്പുരാൻ ഇതിൻ്റെ പണികളിലൊക്കെ കൂടെ ഇരുന്നു. അഭിവന്യ തിരുമനസിൻ്റെ മഹനീയമായ സാന്നിധ്യം ഇതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു. എല്ലാവരോടുമുള്ള നന്ദി, സ്നേഹം, പ്രാർത്ഥന, ഇടവക ജനങ്ങളോടുള്ള ആശംസ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.
അടുത്തതായി ഉപഹാര സമർപ്പണമാണ്. അതിനായി ജനറൽ കൺവീനറിനെ വിളിക്കുന്നു. ഉപഹാരം നൽകുന്നത് നമ്മുടെ തിരുമനസ്സുകൊണ്ടാണ് ഉപഹാരം നൽകുന്നത്. ജനറൽ കൺവീനറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉപഹാരം നൽകുന്നത് നമ്മുടെ തിരുമനസ്സാണ്. ആദ്യമായി ഇതിൻ്റെ കോൺട്രാക്ട് വർക്ക് മെയിൻ കോൺട്രാക്ട് ചെയ്ത ബെന്നി ജോർജ് മാത്യുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി സൈറ്റ് സൂപ്പർവൈസർ പ്രസാദിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ഇലക്ട്രിക്കൽ വർക്ക് ചെയ്ത ബിനു പി ആറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി റൂഫ് വർക്ക് ചെയ്ത ജോർജ് മാത്യു. അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനായ ബിന്നി ഓക്കെ. അടുത്തതായി കാർപ്പൻ്റർ വർക്ക് ചെയ്ത തോമസ് പി ടി. അടുത്തതായി ഈ ദേവാലയത്തിന് വേണ്ടി രാത്രി പകലില്ലാതെ നമ്മളുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ദേവാലയത്തിൻ്റെ മുതൽ തൂണായി നിന്ന നമ്മുടെ വികാരിക്കുള്ള ഉപഹാരമാണ് ഇപ്പോൾ നൽകാൻ പോകുന്നത്. തിരുമനസ്സിൻ്റെ അനുവാദത്തോടുകൂടി അത് ഇപ്പോൾ നൽകുകയാണ്. ഇത് കവറേ ഉള്ളൂ, ഇതിൻ്റെ അകത്തൊന്നും ഇല്ലേ? കനമുള്ളതാണോ? കനമുള്ള. അടുത്തതായി ഇടവക ശുശ്രൂഷകൻ ജോസിനുള്ള ഉപഹാരം. ഞാനും ഒന്ന് ഇരുന്ന് പറയാൻ അനുവദിക്കുക. രാവിലെ 6:30 തുടങ്ങിയതായിരുന്നു, 11:30 വരെ. ഏറെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം നടത്തി. ഇടവക 100 വർഷം തികയുന്നു. ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന 3 പള്ളികൾ നല്ലവണ്ണം ഓർക്കുന്നുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന ഒരു ചെറിയ പള്ളി, പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പയ്യമ്പിള്ളച്ചൻ്റെ സമയത്താണ് 2ാമത്തെ പള്ളി പണിതത്. ഞാനും അതിൻ്റെ കൂദാശയ്ക്ക് വന്ന് സംബന്ധിച്ചതാണ്, ബാലഭവനിൽ നിന്ന് ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ 3ാമത്തെ പള്ളി കൂദാശ ചെയ്യാനുമുള്ള ഭാഗ്യം ബലഹീന എനിക്കുണ്ടായി. നമ്മുടെ ഭദ്രാസനത്തിൽ ഈ കഴിഞ്ഞ 1 മാസത്തിനിടയിൽ 3 പള്ളികളാണ് കൂദാശ ചെയ്തത്. കവിയൂർ സ്ലീബ പള്ളി ഏകദേശം 5 കോടിയോളം രൂപ സമാഹരിച്ച് അവർ 450-500ഓളം വീടുകളുള്ള ഇടവകയാണ്. ഞാൻ മാമോദിസ മുങ്ങിയ പള്ളിയുമാണ് കവിയൂർ സ്ലീബ പള്ളി. അതിൻ്റെ കൂദാശ കഴിഞ്ഞു. പിന്നീട് എൻ്റെ മാതൃദേവാലയം എന്ന് പറയുന്ന കോട്ടൂർ സെൻറ്റ് മേരീസ് പള്ളി ഈ കഴിഞ്ഞ വെള്ളിയും ശനിയുമായിരുന്നു അതിൻ്റെ കൂദാശ. അത് ഇതിനൊക്കെ ചിലവായി 1 കോടിയിൽ താഴെ രൂപ. നീ അവിടെ നിന്ന് ചിരിക്കേണ്ട, കഥവേ ചാരി ഇരുന്നുകൊണ്ട്. 1 കോടിയിൽ രൂപ മാത്രമേ ചിലവായുള്ളൂ. പക്ഷേ അതും എല്ലാം ഭംഗിയായി നടന്നു. 3ാമത് മുരണി പള്ളിയും. നമ്മുടെ വർഗീസ് പി ചെറിയാൻ അച്ഛൻ വളരെ കഷ്ടപ്പെട്ടു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അച്ഛനെ ഞാൻ വിളിക്കുമ്പം ഒന്നീ പള്ളിയിൽ അല്ലേ പിരിവിൽ.
അച്ഛനെ നിങ്ങൾ മറക്കരുത്. അച്ഛന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അച്ഛൻ വന്നില്ലായിരുന്നെങ്കിൽ പള്ളി പണിയുക ഇല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ പള്ളി പണി നടക്കുമായിരിക്കും. പക്ഷേ ഈ അച്ഛൻ കഷ്ടപ്പെട്ടത് എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ്. ഞാൻ ഇടയ്ക്ക് വഴക്ക് വരെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും അങ്ങ് അലഞ്ഞ് വെയിൽ കൊണ്ട് പൊരിഞ്ഞ് നടക്കുന്നത്, ചിലപ്പം ഓടിക്കടിച്ച് അവിടെ വരുമ്പോൾ ഞാൻ അച്ഛനെ അരമനെ വെച്ച് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ടു മച്ച് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇത് ഇത്രത്തോളം തീർന്നു. അച്ഛൻ്റെ പഠനം, അച്ഛൻ MTH പഠിക്കാൻ ചേർന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ്. അച്ഛൻ്റെ പഠനം മുടങ്ങാനുണ്ടായ കാരണം ഈ പള്ളിപ്പണിയാണ്. അതുകൊണ്ട് എനിക്ക് അച്ഛനെ പഠിക്കാൻ വിട്ടേ മതിയാകുകയുള്ളൂ. നമ്മുടെ ഭദ്രാസനത്തിലെ എല്ലാ ദേവാലയങ്ങളിലെയും വൈദികർ ജൂൺ മാസം 4-ാം തീയതി മുതൽ സ്ഥലം മാറി പുതിയ വൈദികർ ആയിരിക്കും എല്ലായിടത്തും. നിങ്ങൾ അച്ഛന്മാർ വരികയും പോവുകയും ചെയ്യും. നിങ്ങൾ ആത്മാർത്ഥമായി സഹകരിച്ച് ഈ അച്ഛൻ പല തട്ടയിലായിരുന്ന നിങ്ങളെ ഒന്നിച്ചു നിർത്തി, അത് മാത്യുറ്റി പറഞ്ഞു. അതുകൊണ്ടാണ് ഈ പണി പൂർത്തിയായത്. ഒന്നിച്ചു നിന്നാൽ കാര്യങ്ങൾ നടക്കും. കുഞ്ഞുങ്ങളും ആൺകുട്ടികളെ കാണുന്നില്ല, ഇല്ലാഞ്ഞിട്ടാണോ അതോ പരിയമ്പുറത്തൂടെ നടക്കുകയാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ സമൂഹത്തിൽ ആശാസ്യമല്ലാത്ത ഒരുപാട് പ്രവണതകൾ വ്യാപകമാകുന്നു. ഈ മാസം 1-ാം തീയതി പത്രം ഞാൻ കൊല്ലം എഡീഷനാണ് കണ്ട്. ആദ്യത്തെ വാർത്ത വായിച്ച് ഞാൻ അറിയാതെ 2 കൈയും തലക്കടിച്ചുപോയി. ഹരിയാനയിൽ നടന്ന സംഭവം നിങ്ങൾ വായിച്ചതാണ്. ഡൽഹിയിൽ ഒന്ന് നടന്നതിൻ്റെ അപമാനക്ഷതം ലോക മനസാക്ഷിയുടെ മുമ്പിൽ ഇതുവരെ മാഞ്ഞിട്ടില്ല. എത്ര എണ്ണം ആ ദിവസം നടക്കുന്നത്. എന്നെ ഏറെ വേദനിപ്പിച്ചത് ആ ബസ്സിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നു. ആർക്കും അവരെ ഒന്ന് സഹായിക്കാൻ ഒരു മനസ്സും ഉണ്ടായിരുന്നില്ല. ഇവിടെ ആർക്കെന്ത് സംഭവിച്ചാലും ഒന്നുമില്ല, എനിക്ക് കുഴപ്പം വരരുതെന്നുള്ളതേ ഉള്ളൂ. മനുഷ്യത്വവും മനസാക്ഷിയും നഷ്ടപ്പെട്ടു. ദേവാലയങ്ങൾ നല്ലതാ, ആത്മീകതയും വേണം. എന്തിനാ? മനസാക്ഷിയും മനുഷ്യത്വവും ബലപ്പെടാനാ. ഈ മാസം 3-ാം തീയതിയത്തെ പത്രം പത്തനംതിട്ട എഡീഷൻ ഞാൻ കണ്ടു. അതിൻ്റെ ഫ്രണ്ട് പേജിൽ മൂന്നാർ റോഡിൽ ഒരാന പ്രസവിച്ച ആനക്കുട്ടി ചത്ത ആ സമയത്ത് ആനക്കൂട്ടം മുഴുവൻ അതിൻ്റെ ചുറ്റും നിൽക്കുക. അത് കാലുകൊണ്ട് തലോടുക. ആനയ്ക്ക് കൈയെടുത്ത് തലോടാൻ പറ്റില്ലല്ലോ, തുമ്പിക്കൈ കൊണ്ട് തലോടുക. പക്ഷെ ഞാനത് വായിച്ച് ഞാനത് കണ്ട് കുറേ നേരം നോക്കിയിരുന്നു പോയി. അതേ പത്രത്തിൻ്റെ അവസാനത്തെ പേജിലുണ്ടായിരുന്നു, ഒരമ്മ പ്രസവിച്ച കുഞ്ഞിനെ വിറ്റിട്ട് പോലീസ് കേസെടുത്തില്ല എന്ന്. ഇതാ മനുഷ്യനും മൃഗവുമായിട്ടുള്ള വ്യത്യാസം. മനുഷ്യനാണോ മൃഗത്തിനാണോ ഇന്ന് മനുഷ്യത്വമുള്ളത്, മനസാക്ഷിയുള്ളത്? നമ്മളത് തന്നെ ചോദിക്കണം. മനുഷ്യത്വവും മനസാക്ഷിയും ആത്മീകതയാണ്. ദൈവീകത എന്ന് പറയുന്നത് അതാണ്. അത് നഷ്ടപ്പെടരുത്. ഞാൻ ചിലരുടെ എങ്കിലും പേരുകൾ പറയുന്നത് ക്ഷമിക്കണം. CM മത്തായി ഇതിനു വേണ്ടി ഒരുപാട് പിരിവെടുത്തു. CM മത്തായി ബഹ്റിനിൽ പിരിവ് നടത്തിക്കൊണ്ടിരുന്നു. എന്തിയാ ഇവിടില്ലേ? ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ അടുത്തിടെ എങ്ങും ബഹ്റിലോട്ട് പോകാഞ്ഞത്. CM മത്തായി എങ്കിലും പിരിച്ചുകൊണ്ട് പോട്ടെ എന്ന്. കിട്ടിയോ ഇല്ലയോ ദൈവത്തിനറിയാം. നേരത്തെ ഒരു 11.5 ലക്ഷം രൂപയോളം കൊടുത്തു, ശരിയല്ലേ? ഇന്ന് വന്നപ്പോൾ ഒരു 7 ലക്ഷം കൂടെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കുറച്ചുകൂടെ കിട്ടാനുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബഹ്റിനിൽ പോയി ബാക്കിയുള്ളതുകൂടെ പിരിച്ചുകൊണ്ട് വരാൻ ഞാൻ CM മത്തായിയോട് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്നു. സേവനത്തിന് പ്രത്യേകമായി നന്ദി. അല്പമായോ അധികമായോ ഇതിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത നിങ്ങളെ എല്ലാവരെയും, നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ദൈവമായ കർത്താവ് കാണപ്പെടാവതല്ലാത്ത വലതുകരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വൈദിക സെമിനാരി വിദ്യാർത്ഥികളുടെ പാരീഷ് മിഷൻ ഇന്ന് വൈകിട്ട് തുടങ്ങും. ഈ ഇടവകയിൽ പുതിയ ദേവാലയം പണിത് കഴിഞ്ഞ് അടച്ചിട്ടിട്ട് ഇനി ഞായറാഴ്ച മാത്രം വന്നാൽ പോരാ എന്ന്
പറഞ്ഞതുകൊണ്ടാണ് ഞാനാണ് അച്ഛനോട് പറഞ്ഞത് ശമാശന്മാരെയും സെമിനാരി വിദ്യാർത്ഥികളെയും വിളിച്ച് പാരീഷ് മിഷൻ നടത്തണമെന്ന്. അത് സന്ധ്യാനമസ്കാരം മുതൽ തുടങ്ങും, ഞായറാഴ്ച കൊണ്ട് തീരും. ഞായറാഴ്ച പെന്തിക്കോസ്തിയാണ്. ഞാനും വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ വർഗീസ് പി ചെറിയാൻ അച്ഛൻ നിങ്ങളെ അറിയിക്കും. അത് കഴിഞ്ഞ് നന്ദി പറയാനുള്ളവർ നന്ദി പറയും, കൈമുത്തും. 12:30 മണിക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാമെന്ന നോട്ടീസിൽ വെച്ചിരിക്കുന്നത്. അത് നടക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. അടുത്തതായി കൃതജ്ഞതയാണ്. അതിനായി ഇടവയുടെ കൺസ്ട്രക്ഷൻ കമ്മിറ്റി ജനറൽ ഒരു കൺവീനർ മിനിറ്റ്, അച്ഛൻ പാരിഷ് മിഷൻ്റെ കാര്യം പറഞ്ഞിട്ട് നന്ദി പറയാം. പ്രിയമുള്ളവരെ, ഇന്ന് വൈകിട്ട് മുതൽ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ഭദ്രാസനത്തിൻ്റെ വൈദിക വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പാരീഷ് മിഷന് ആരംഭിക്കുകയാണ്. അറിയാം, നീണ്ട ശുശ്രൂഷകളിലൊക്കെ സംബന്ധിച്ച് ക്ഷീണമൊക്കെ ഉണ്ട് എന്നെനിക്കറിയാം. എന്നിരുന്നാൽ തന്നെയും എല്ലാവരും വൈകിട്ട് 6 മണിക്ക് നടത്തപ്പെടുന്നതായ സന്ധ്യ നമസ്കാരത്തിലും തുടർന്നുള്ള യോഗത്തിലും വന്ന് സംബന്ധിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇന്ന് വൈകിട്ട് വചനഘോഷം നടത്തുന്നത് വൈദിക സെമിനാരി അധ്യാപകനായിരിക്കുന്ന മാത്യൂസ് ജോൺ മനേലച്ചനാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും കടന്നു വന്ന് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കണമേ എന്ന് സ്നേഹപൂർവ്വം ആവശ്യപ്പെടുന്നു. നാളെ വൈകിട്ട് വചനഘോഷം നടത്തുന്നത് റജി മാത്യൂസ് അച്ഛൻ, അതായത് നമ്മുടെ സൺഡേ സ്കൂൾ ഡയറക്ടർ ജനറലും വൈദിക സെമിനാരി അധ്യാപകനൊക്കെ ആയിരിക്കുന്ന അച്ഛനാണ്. ആ വചനഘോഷണത്തിലും ഒക്കെയും തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെയും നിങ്ങൾ കടന്നു വന്ന് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇതുവരെയുള്ള എല്ലാ ചടങ്ങുകളിലും നമ്മൾ ഒറ്റക്കെട്ടായി ദൈവത്തിനു മുമ്പാകെ കടന്നു വന്നു. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മൾ ഒറ്റക്കെട്ടായി ദൈവത്തിനു മുമ്പാകെ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ ദേവാലയ നിർമ്മാണത്തിലൂടെ ദൈവം നമുക്ക് ചൊരിഞ്ഞു തന്നു. കൂടുതൽ അനുഗ്രഹങ്ങളും കൃപകളും പ്രാപിക്കുവാനായി ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. ഈ യോഗത്തിന് നന്ദി അർപ്പിക്കുന്നതിനായി ജനറൽ കൺവീനറായിരിക്കുന്ന ശ്രീ സി എം മത്തായി അവറുകളെ സാദരം ക്ഷണിക്കുന്നു. അഭിവന്യ തിരുമേനി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, സംപൂജ്യനായ സ്വാമിജി അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് MLA, വൈദിക ശ്രേഷ്ഠർ, പഞ്ചായത്തിൻ്റെ അംഗങ്ങൾ, സദസ്സിലിരിക്കുന്ന എൻ്റെ സ്നേഹനിധികളായ കൂട്ടുകാരെ, ജനറൽ കൺവീനർ എന്നുള്ള നിലയിൽ നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ കമ്മിറ്റിയുടെ തീരുമാനം. പക്ഷെങ്കിൽ ഞാൻ അത് കംപ്ലീറ്റായിട്ട് നന്ദി പ്രകാശനം ചെയ്യുന്നില്ല. അതിനർഹനായി ഇവിടെയുള്ളത് ഇതിൻ്റെ ഫൈനാൻസ് കൺവീനറും എല്ലാ മീറ്റിങ്ങുകളുടെയും സെക്രട്ടറിയുമായിരുന്ന അജീഷ് മാത്യു ആണ്. തിരുമേനിയുടെ പ്രത്യേക അനുവാദത്തോടെ അജീഷ് മാത്യുവിനെ നന്ദി പ്രകാശനത്തിനായി ഞാൻ ക്ഷണിക്കുന്നു. ഒറ്റ വാചകത്തിൽ അഭിമന്യ തിരുമേനിയോടും പോളികോർപ്പസ് തിരുമേനിയോടും നമ്മുടെ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന മെത്രാപ്പൊലീത്തായോടും വന്നു ചേർന്ന എല്ലാ വൈദികരോടും വിശിഷ്ടാതിഥികളോടും സദസ്യരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ബാക്കി അജീഷ് മാത്യു ഒരല്പസമയമെടുത്ത് നിങ്ങളുടെ വിശദീകരിക്കുന്നതാണ്. എല്ലാവരും ഇത്രയും ക്ഷമിച്ചു. ഒരു 5 മിനിറ്റ് കൂടി സദയം ക്ഷമിക്കണം. തിരുമേനി ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, സമയം എടുക്കും നന്ദി പ്രകാശത്തിന്. തിരുമേനി അനുവാദം തന്നതുമാണ്. ഇപ്പോൾ വിശക്കുന്നെന്ന് പറയുന്നുണ്ട്, സാരമില്ല. തിരുമേനി കാപ്പി കുടിച്ചല്ലേ? എല്ലാവരും ക്ഷമിക്കണം. കാരണം ഈ സമയത്ത് എല്ലാവർക്കും നന്ദി പറഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു തെറ്റാണ്. അതുകൊണ്ട് വലിയൊരു ലിസ്റ്റുണ്ട്. ഞാൻ അങ്ങ് തുടങ്ങുകയാണ്. അപ്പോൾ പറയാൻ പറഞ്ഞു തീർച്ചയായും. ഈ
സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ച നമ്മുടെ ഇടവ മെത്രാപ്പോലിത്ത യൂഹാനോൻ മാർ ക്രിസ്റ്റോസ്മോസ് മെത്രാപ്പോലിത്തയ്ക്ക് തിരുമനസ്സിന് ഈ ഇടവകയുടെ മുഴുവൻ അംഗങ്ങളുടെ പേരിലുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത സ്വാമിജിയോടുള്ള നന്ദി ഇടവകയുടെ പേരിൽ ഈ സമയത്ത് അർപ്പിക്കുന്നു. നമ്മുടെ ശതാബ്ദി ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് അവരോടുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. ആശംസകൾ അറിയിച്ച ഫാദർ അലക്സാണ്ടർ എബ്രഹാം, ശ്രീ ജോസഫ് എം പുതുശ്ശേരി, ഫാദർ ബിജോഷ് തോമസ്, ഫാദർ ബാബുക്കുട്ടി ആൻഡ്രൂസ്, ഫാദർ ഷാജി ജേക്കബ്, ഫാദർ PI മാത്യു, അഡ്വക്കേറ്റ് റിജിത്ത് തോമസ്, ശ്രീ പ്രകാശ് വടക്കേമുറിയിൽ, ശ്രീമതി അനിത ചാക്കോ എന്നിവരോടുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. ഈ കൂദാശ കർമ്മങ്ങളിൽ സഹകരിച്ച എല്ലാ മെത്രാപ്പോലിത്തമാർക്കും സഹകരിച്ച അച്ഛന്മാർക്കും സെമിനാരി വിദ്യാർത്ഥികളോടുമുള്ള നന്ദി ഈ സമയത്ത് ഇടവകയുടെ പേരിൽ അർപ്പിക്കുന്നു. ഇനിയും ഈ നന്ദി അറിയിക്കാനുള്ളത്, ഈ പള്ളി ഇത്ര മനോഹരമായി ഇവിടെ പൂർത്തീകരിക്കാൻ സാധിച്ച ഇതിൻ്റെ മേൽനോട്ടം വഹിച്ച ഓരോരുത്തരോടുമുള്ള നന്ദിയാണ്. ആദ്യമായി ഈ നമ്മുടെ ഒരു പള്ളിയുടെ പുനർനിർമ്മാണം നടത്തണമെന്ന് ആലോചിച്ചപ്പോൾ നമുക്കതിനു വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു തന്നത് KC മത്തായി എന്ന് പറഞ്ഞൊരു എഞ്ചിനീയർ സാറാണ്. ആ സാറാണ് നമുക്ക് ആദ്യമായി ഇതിനുള്ള അഭിപ്രായങ്ങൾ തന്നത്. ആ സാറിനോടുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. ഇടവയുടെ ആദ്യ ഡിമോളിഷിംഗ് വർക്കും അതിൻ്റെ ബേസ്മെൻറ്റ് വർക്കും ചെയ്ത ബാബുക്കുട്ടി എന്ന കോൺട്രാക്ടറാണ്. അദ്ദേഹത്തിനോടുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. പുതിയ പള്ളിയുടെ ഡിസൈൻ അതിൻ്റെ സ്ട്രക്ചറൽ ചെയ്തു തന്ന എഞ്ചിനീയർ ബിജു C തോമസ്, പ്രൈം ബിൽഡേഴ്സ് ആൻഡ് ആർക്കിടെക്ട്, ചെങ്ങന്നൂരാണ്. ആ ബിജു സാറിനോടുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. ഇതിൻ്റെ മെയിൻ കോൺട്രാക്ടറായി വർക്ക് ചെയ്ത ബിന്നി ജോർജ് മാത്യു, ബിന്നിച്ചായൻ്റെ എല്ലാ സഹപ്രവർത്തകരോടുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. ഈ ദേവാലയത്തിൻ്റെ ആർട്ട് വർക്കുകൾ ചെയ്തത് വിൽസൺ പൂക്കോയോടും അദ്ദേഹത്തിൻ്റെ എല്ലാ സ്റ്റാഫുകളോടുമുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. ഈ പള്ളിയുടെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്തത് ബിനു PR ആണ്. ബിനു PRും ബിനുച്ചായൻ്റെ എല്ലാ സഹപ്രവർത്തകരോടുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. പെയിൻറ്റിംഗ് വർക്ക് ചെയ്തത് ജോസ് C ജോൺ ആണ്. ജോസ് ചായനും അദ്ദേഹത്തിൻ്റെ എല്ലാ സഹപ്രവർത്തകരോടുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. ഈ മനോഹരമായ സീലിംഗ് ചെയ്തത് ആസാദ് ഇൻറ്റീരിയേഴ്സ് ചേർത്തല, ഫ്രാൻസിസ് ആണ് ഓണർ. ഫ്രാൻസിസ് സാറിനോടും അദ്ദേഹത്തിൻ്റെ എല്ലാ സഹപ്രവർത്തകരോടുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. പള്ളിയുടെ മേൽക്കൂര ചെയ്തത് എഫേത്തയാണ്. റൂഫ് വർക്ക്, മല്ലപ്പള്ളി റൂഫ് വർക്ക്. ആ സ്ഥാപനത്തിനോടും ആ സ്ഥാപനത്തിലെ എല്ലാ പ്രവർത്തകരോടുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. നമ്മുടെ കാർപ്പൻ്റർ വർക്ക് ചെയ്തത് തോമസ് PT ആണ്. ആ സാറിനോടുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. മനോഹരമായ ഈ ഗ്ലാസ് വർക്കുകൾ ചെയ്തത് ക്ലാസിക് ഗ്ലാസ് ഹൗസ് ചങ്ങനാശ്ശേരിയാണ്. ആ സ്ഥാപനത്തോടും ആ സ്ഥാപനത്തിലെ എല്ലാ ആൾക്കാരോടുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. പള്ളിയുടെ ഈ ഹാൻഡ് റെയിൽ ചെയ്തത് അലൂമിനിയം ഹൗസ് മല്ലപ്പള്ളി. ആ സ്ഥാപനത്തിനോടും ആ സ്ഥാപനത്തിൻ്റെ എല്ലാ പ്രവർത്തകരോടുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. ഈ മനോഹരമായ കാർപ്പറ്റ് ചെയ്തു തന്നത് ഗ്ലോറി ആൻഡ് കോ എറണാകുളം ആണ്. അവരോടുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. നമ്മുടെ ഇലക്ട്രിക്കൽ സാധനങ്ങൾ എടുത്തത് ആർജവ അസോസിയേറ്റ്സ് എറണാകുളം, മാമൂട്ടിൽ ഇലക്ട്രിക്കൽസ് മല്ലപ്പള്ളി എന്നിവ സ്ഥാപനത്തിൽ നിന്നാണ്. അവരോടുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. പെയിൻറ്റിംഗ് വർക്കുകൾ ചെയ്ത് മെറ്റീരിയൽസ് എടുത്ത ഓറിയൻ പെയിൻറ്റ് ഹൗസ്, CNC ഹാർഡ്വെയർസ്, അവരോടുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. അടുത്തതായി നമ്മുടെ കൂദാശയുടെ പ്രോഗ്രാംസിൻ്റെ ഇതായിരുന്നു. ദീപശിക ആരംഭിച്ചത് കല്ലൂപ്പാറ പള്ളിയിൽ നിന്നാണ്. കല്ലൂപ്പാറ ഇടവകങ്ങളോടുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. നമുക്ക് ദീപശികയ്ക്കുള്ള സ്വീകരണം നൽകിയത് കടമാങ്കുളം ചർച്ച്, ലഷ് ഐസ്ക്രീം, ബദനി ചർച്ച്, പാതിക്കാട് ചർച്ച്, മുരണി ശ്രീഭദ്രകാളി ക്ഷേത്രം, പുനർജിനി ആർട്ട് ക്ലബ് മുരണി, ഇവരോടുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. ഈ ദിവ്യശികയ്ക്കുള്ള സഹായങ്ങൾ ചെയ്തു തന്ന ബദനി യുവജന പ്രസ്ഥാനത്തിനോടും കൈപ്പറ്റ യുവജന പ്രസ്ഥാനത്തിനോടും പാതിക്കാട് പള്ളിയുടെ യുവജന പ്രസ്ഥാനത്തിനോടുമുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. കൂദാശയുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ചെയ്തു തന്ന നന്മ ഓഡിയോസ് കീഴേപ്പൂരാണ്. അവരോടുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. 2 ദിവസത്തെ ഫുഡ് നമുക്ക് നൽകിയത് തേക്കനാൽ കേറ്ററിംഗ് നെടുങ്ങാലപ്പള്ളി, അവരോടുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു.
നമുക്കുള്ള പന്തൽ ചെയ്തു തന്നത് ബിസ്മി വായ്പൂരാണ്. അവരോടുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. ലൈവ് കവറേജ് ചെയ്തു തരുന്നത് ഗ്രിഗോറിയൻ TV ആണ്. ഗ്രിഗോറിയൻ TVയോടുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. നമ്മുടെ കൂദാശ സ്പോൺസേഴ്സായിട്ട് നിൽക്കുന്നത് ലഷ് ഐസ്ക്രീം മല്ലപ്പള്ളി, തിരുവല്ല കോപ്പറേറ്റീവ് ബാങ്ക് എന്നിവരോടുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. നമുക്ക് ആവശ്യമായ ഫ്ലെക്സ് തന്നത് അലൂമിനിയം ഹൗസ് മല്ലപ്പള്ളി, കൊല്ലകുന്നിൽ ട്രേഡേഴ്സ് മല്ലപ്പള്ളി, റെസ്കോ പേപ്പർ മാർട്ട്, പത്യാല ഗിഫ്റ്റ് ഹൗസ് മല്ലപ്പള്ളി, കൃപ ഒപ്റ്റിക്കൽസ് മല്ലപ്പള്ളി എന്നിവരോടുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. നമുക്ക് സാമ്പത്തികമായും മാനസികമായും പ്രാർത്ഥനയിൽ കൂടി സഹായം നൽകിയ എല്ലാ കേരളത്തിലെ എല്ലാ ഇടവകൾക്കും ഉള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. അതുകൂടാതെ വിദേശ രാജ്യങ്ങളിൽ നിന്നും നമുക്ക് ഒരുപാട് എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാ വിദേശ രാജ്യങ്ങളോടുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. അതുകൂടാതെ ബഹ്റിൻ പള്ളിയിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത്. കൺസ്ട്രക്ഷന് ചിലവായ 25% എമൗണ്ടും ബഹ്റിൻ പള്ളിയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അത് പിരിച്ചു തന്ന CM മത്തായി നമ്മുടെ ജനറൽ കൺവീനറിനോടും ഉള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. നമ്മൾ പിരിവിന് പോയപ്പോൾ നമ്മുടെ വികാരിക്ക് പകരം ഇവിടെ കുർബാന അർപ്പിച്ച എല്ലാ വൈദികരോടുമുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത എല്ലാ അച്ഛന്മാർക്കും എല്ലാ ഷമ്മാഷന്മാർക്കും ഉള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. ഈ ഫംഗ്ഷന് വന്നു ചേർന്ന എല്ലാ ആളുകൾക്കുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. ഈ ഇടവയുടെ കൺസ്ട്രക്ഷൻ കമ്മിറ്റി മെമ്പേഴ്സായി പ്രവർത്തിച്ച CM മത്തായി ചെല്ലാക്കുളഞ്ഞിയിൽ, MV ചാക്കോ മേലിൽ, PC കുഞ്ഞുമോൻ പുത്തുക്കല്ലിൽ, VC ചാണ്ടി വേലൂർ, ജോസഫ് TA തെക്കെടുത്തുപടിക്കൽ, PT ഉമ്മൻ ഓഡിറ്റർ, KS തമ്പി ഓഡിറ്റർ എന്നിവരോടുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. ഇടവക ട്രസ്റ്റി മാത്യു PKയോടുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. ഇടവക സെക്രട്ടറി ജിജി M ജോണിനോടുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. ഈ കൂദാശ ഇത്രയും മംഗളമാക്കി നടത്തിയ പ്രോഗ്രാം കമ്മിറ്റി, ഫുഡ് കമ്മിറ്റി, റിസപ്ഷൻ കമ്മിറ്റി, പബ്ലിസിറ്റി കമ്മിറ്റി, അക്കോമഡേഷൻ കമ്മിറ്റി, ഫിനാൻസ് കമ്മിറ്റി, ഡിസിപ്ലിൻ കമ്മിറ്റി, ലൈറ്റ് ആൻഡ് സൗണ്ട് കമ്മിറ്റി പ്രവർത്തിച്ച എല്ലാ മെമ്പേഴ്സിനോടുമുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. അതുകൂടാതെ ഇടവകയുടെ എല്ലാ ആൾക്കാരോടുമുള്ള എല്ലാ ജനങ്ങളോടുമുള്ള നന്ദിയും ഈ സമയത്ത് അർപ്പിച്ചു